തെരുവിൽ നിന്നും ജീവിതത്തിലേക്ക് നടന്നു കയറുന്നവർക്കായി ജനസേവാ ശിശുഭവൻ പിറവിയെടുത്തു. അന്ന് കേരള ഗവർണറായിരുന്ന സുഖ്ദേവ് സിംഗ് കാന്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 2001 ആലുവ സെറ്റിൽമെന്റ് കോമ്പൌണ്ടിൽ 50 സെന്റ് സ്ഥലം വാങ്ങി 300 കുട്ടികൾക്ക് വേണ്ട സൌകര്യമൊരുക്കി. ഇവർക്കുവേണ്ടി നിർമ്മിച്ചത് 25,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടമായിരുന്നു. ശിശുഭവൻ ആരംഭിക്കാനുണ്ടായ പ്രധാന കാരണം എന്റെ ചെറുപ്പകാലം മുതൽ തന്നെ എനിക്കറിയാം ഇങ്ങനെ തെരുവിൽ ഒത്തിരി കുട്ടികൾ കഷ്ടപ്പെടുന്നത്, അവരായിട്ട് അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിങ്ങനെ അവരായിട്ട് കൂടുതൽ ഇടപെടേണ്ടി വന്നു. അപ്പോൾ എന്റെ മനസ്സിൽ തോന്നിച്ചാൽ ഇവരും എന്നെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ പഠിച്ചും വളരേണ്ട കുട്ടികളാണ്. അപ്പോൾ ഇവരെ ആരും നോക്കുന്നില്ല. ഇവരെ ഭിക്ഷയെടുക്കാൻ വിടുന്നു, അല്ലെങ്കിൽ തെരുവിൽ പാട്ട പറക്കാനും അതല്ലെങ്കിൽ സർക്കസിനൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞാൻ എന്താ പറയുക, കുറെ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇവരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പരിശ്രമിക്കുമ്പോഴൊന്നും അവരെ സുഖമായി രക്ഷപ്പെടുത്താൻ വേണ്ടി ആരും തന്നെ മുന്നോട്ട് വരുന്നുണ്ടായില്ല. അതിന് കാരണങ്ങളുണ്ട്. അവർ പറയണത് വെച്ചാൽ തെരുവിലെ കുട്ടികൾ എന്ന് പറയുന്നത് ഇവര് സ്വന്തം മാതാപിതാക്കൾ തന്നെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി വഴിവിട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ കുട്ടികളെ നമുക്ക് രക്ഷിക്കാന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് റിസ്ക്കാണ്. അപ്പൊ എല്ലാവരും പറയണത് ഒന്നുപോലെ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ അവർ അഡോപ്ഷന് തീർത്തും കൊടുക്കണം. ഞങ്ങൾക്ക് കുട്ടികളെ വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ അഡ്രസ്സില്ലാത്ത ആൾക്കാരെ കുട്ടികളെടുക്കാനായിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ ആരും മുന്നോട്ട് വരുന്നുണ്ടായില്ല. എന്റെ അറിവതായിരുന്നു. കുറെ കുട്ടികളെ ഞാൻ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചു, ഒന്നും രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് അപ്പൊ എന്തെങ്കിലും കാലത്ത് എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അതാണ് ഇത്രയും വൈകാൻ കാരണം ഉണ്ടായത്. പിന്നെ എന്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ജനസേവാ ശിശുവിനെ സംരക്ഷിക്കുന്ന ഓരോ കുട്ടികളും അവർക്കെല്ലാം ഒത്തിരി സങ്കടകഥകളുണ്ട്. അവരെ പീഡിപ്പിക്കപ്പെടുന്ന നിരവധി വേദികൾ അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ നല്ല സന്തോഷം കൊടുക്കണം, നല്ല സ്നേഹം കൊടുക്കണം, നല്ല ആരോഗ്യം കൊടുക്കണം. നമ്മുടെ മക്കളെ പോലെ തന്നെ അവരെ കഴിവുകൾ മാക്സിമം വികസിപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് ഒരു പൂർണ്ണമായിട്ടും വിജയിച്ചെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ജനസേവയ്ക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇനിയും ഒത്തിരി കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നു. വേറൊന്നുള്ളത്, ഇപ്പൊ ജനസേവയിൽ ഇപ്പൊ 300 കുട്ടികളെ സംരക്ഷിക്കാൻ സാധിച്ചു എന്നുള്ള ക്രെഡിറ്റ് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നില്ല. അതൊരു ക്രെഡിറ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സർവേ എടുത്താൽ, ഒരു സർവേ നമ്മളിപ്പോൾ ഇന്ത്യയുടെ തെരുവിലെ സർവേ എടുക്കുകയാണെങ്കിൽ പക്ഷേ 1 കോടിയിൽ പരം കുട്ടികൾ ഇന്നും ഇതുപോലെ ഈ തെരുവിൽ ഇങ്ങനെ ഭിക്ഷാടനത്തിനും അല്ലെങ്കിൽ തെരുവ് സർക്കസിന് ഇങ്ങനെയെല്ലാം ലൈംഗിക പീഡനത്തിന് വരെ മോഷണത്തിന് ഇതിനെല്ലാം അടിമകളായിട്ട് ഇവർ ജീവിക്കുകയാണ്. ഇവർക്ക് വിദ്യാഭ്യാസം നൽകുന്നില്ല. ഇപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഭക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, ഇതെല്ലാവരും അവകാശമാണ് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നേടിക്കൊടുക്കാനായിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റു സർക്കാരുകളോ കാര്യമായി ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. പിഞ്ചു പ്രായത്തിലെ അച്ഛന്റെ മൃഗീയ പീഡനത്തിനിരയായ ഡാനിയേൽ ജനസേവാ ശിശുഭവനിൽ. അച്ഛന്റെ ക്രൂരതയ്ക്കിരയായ 9 വയസ്സുകാരൻ ഡാനിയേലിന്റെയും അനുജത്തി ഡാലിയയുടെയും താൽക്കാലിക സംരക്ഷണം ആലുവയിലെ ജനസേവാ ശിശുഭവൻ ഏറ്റെടുത്തു. ദുബായിൽ ജോലി ചെയ്യുന്ന അമ്മ ബിന്ദുവിന്റെ അഭിപ്രായ പ്രകാരമാണ് മുത്തശ്ശി തങ്കമ്മ കുട്ടികളെ ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലിക്ക് കൈമാറിയത്. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ 9 വയസ്സുകാരൻ ഡാനിയേലിന്റെ മുഖത്ത് ഇപ്പോഴും ഭീതി നിഴലിക്കും. മദ്യപിച്ചെത്തുമ്പോൾ അച്ഛന്റെ സ്നേഹം മായും. സ്നേഹലാളനങ്ങൾക്ക് പകരം മർദ്ദനവും ബഹളവും മാത്രം. മദ്യം പകരാൻ ഗ്ലാസും വെള്ളവും എത്തിച്ചില്ലെങ്കിൽ പിന്നെ കയ്യിൽ കിട്ടുന്ന ഉപയോഗിച്ചാവും മർദ്ദനം. ചെന്നിട്ട് അവിടെ ചെന്ന് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് ഇരുന്നിട്ട് ചോദിച്ചു, നീ എന്റെ ബീഡി എടുത്താ? ഞാൻ പറഞ്ഞില്ല അച്ഛാ. എടുത്താടാ? എടുത്തില്ല. ചെന്ന് ഡ്രസ്സ് ഊരിക്കൊണ്ട് ആടാന്ന് പറയുമ്പോ ഞാൻ ചെന്ന് ഊരി. എന്നിട്ട് നനഞ്ഞ തോർത്തെടുത്ത് മുറുക്കി കയ്യിൽ കെട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ തെങ്ങിൽ വെച്ച് കെട്ടിയിട്ട് ആദ്യം ചെന്ന് അനിയത്തിനൊക്കെ പറഞ്ഞ് ചെന്ന് ഒരു മടലെടുത്തോണ്ട് ഒരു ചെറിയ കമ്പെടുത്തോണ്ട് വരാ. അനിയത്തി ഒന്ന് ചെറിയൊരു കമ്പെടുത്തോണ്ടായി. ഇതെന്തിനെന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചതിനെ കളഞ്ഞിട്ട് രണ്ടാമത് അച്ഛൻ ചെന്ന് ഒരു മടലെടുത്തോണ്ട് വന്ന് എന്നെ അടിച്ച്. പിന്നീട് മച്ചിന് കമ്പെടുത്ത് അത് അടിച്ചൊടിഞ്ഞ്. പിന്നീടായപ്പോ പുളിങ്കമ്പ് വെട്ടാൻ പോണെന്ന് പറഞ്ഞ് മേലക്കാർ പോയിട്ട് പുളിങ്കമ്പ് കിട്ടാത്തോണ്ട് അടിച്ച് എന്നിട്ട് എന്നെ ഇവിടെ കെട്ടിക്കിട്ടിരുന്നപ്പോ അച്ഛൻ പുളിങ്കമ്പ് എടുക്കാൻ പോയ നേരം കൊണ്ട് അമ്മൂമ്മ അവുക്കാൻ വന്നപ്പോ അച്ഛൻ എടുക്കാതെ ഓടിക്കൊണ്ടുവന്ന് അമ്മൂമ്മേനെ പിടിച്ച് തള്ളി. അമ്മൂമ്മ അതുകൊണ്ട് അവിടെ